ഞങ്ങൾ എത്തിയേക്കുന്നത് ഇപ്പോൾ ഒരു ലൈറ്റ് ഹൗസ് കാണാൻ വന്നത് കേട്ടോ. നിങ്ങളൊക്കെ ഓർക്കുന്നത് ഇത്രയും വെയിൽ കാണുന്നിടത്ത് ജാക്കറ്റൊക്കെ ഇട്ട് ഞാൻ നടക്കുന്നതാണ്. പക്ഷേ വെയിലുണ്ടെങ്കിലും ഉണ്ടല്ലോ, തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ. കാരണം ഇതിന് സൈഡിൽ കാണുന്ന ഈ ഓഷൻ കടന്ന് അന്റാർട്ടിക്കയായി. അപ്പോൾ പിന്നെ തണുപ്പില്ലേ, ഭയങ്കരമായിട്ട് തണുപ്പാണ് കേട്ടോ. അതുകൊണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പിള്ളേർക്കൊന്നും അത്രയും നടക്കുകയില്ല. പിന്നെ എപ്പോഴും ഇവിടെ ഒരു കാറ്റുണ്ടല്ലോ, ഈ കാറ്റ് നമുക്ക് ശരിക്കും നല്ല തണുപ്പാണ്. അതുകൊണ്ടാണ് എല്ലാവരും ജാക്കറ്റൊക്കെ ഇടുന്നത്. ഈ വെയിൽ തെളിഞ്ഞു എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ചൂടൊന്നും ഫീൽ ചെയ്യുമല്ലോ ഒത്തിരി. ഈ ലൈറ്റ് ഹൗസിൻ്റെ പേര് കേപ്പ് ഓട്ട്ബേക്ക് ലൈറ്റ് ഹൗസ് എന്നാണ് പറയുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ലൈറ്റ് ഹൗസിലേക്ക് പോകുന്നേ ഉള്ളൂ. ലൈറ്റ് ഹൗസ് ആണെന്നില്ല, അങ്ങോട്ടുള്ള വഴിയാണല്ലേ. ഇവിടെ ഇങ്ങനെ എക്സിബിഷൻ പോലെ ഡൈനസോറിൻ്റെ ഇതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഡൈനസോറുകളെ പറ്റിയാണ്. കൊച്ചുമോൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഡൈനസോർ. അവന് ഡൈനസോർ കഴിഞ്ഞിട്ട് എന്തോ ഒരു ഷർട്ട് എടുത്താൽ പോലും അതിലൊരു ഡൈനസോർ വേണം. ഈ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ കടലാണിത്. നമ്മൾ ഗ്രേറ്റ് ഓഷൻ എന്ന് പറയുന്ന ആ റോഡ് വഴിയാണ് ഈ കടന്നു പോകേണ്ടതാണ്. അവന് ആ കാടെല്ലാം കണ്ടപ്പം അതിനകത്ത് ഡൈനസോർ ഉണ്ടെന്നാണ് അവൻ്റെ ധാരണ. ഐ ഫൗണ്ട് ദ ഡൈനസോർ എന്ന് പറഞ്ഞിട്ട് അവൻ നിൽപ്പുണ്ട്. അവന് ഇത് ശരിക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിനൊപ്പം പസഫിക് സമുദ്രം കൂടെ മിക്സ് ആവുന്നുണ്ട് കേട്ടോ. അതായത് ഇന്ത്യൻ മഹാസമുദ്രം മാത്രമല്ല, പസഫിക് സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും കൂടെ കൂടുന്നതാണ്. പക്ഷെ എന്തൊരു കളറാണ് എനിക്കറിഞ്ഞുകൊടുത്തത്. നമുക്കത് എത്ര കണ്ടാലും കൊത്തിയിരാത്ത പോലെ കാണുന്നു. ലൈറ്റ് ഹൗസിലേക്ക് പോകുന്ന വഴിയാണ്. ഇങ്ങനെ കടലിനകത്തൂടെ വേണം നമ്മൾ ലൈറ്റ് ഹൗസിലേക്ക് പോകാനായിട്ട്. ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ മാപ്പാട്ടോ. ഇതെന്തൊക്കെയുണ്ട് ഇവിടെ എന്നുള്ളതിൻ്റെയൊക്കെ മാപ്പാട്ടോ. ഇതിനകത്ത് നോക്കി നമുക്ക് എവിടെയാണെന്നൊക്കെ വെച്ചാൽ എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയായിട്ട് കേട്ടോ. എനിക്ക് കടലിൻ്റെ അടുത്ത് ഇതാണ് ലൈറ്റ് ഹൗസ്. അതിൻ്റെ അടുത്തുള്ള ഇതുണ്ട്. ഈ കടലിനോട് ചേർന്ന് നമ്മുടെ അവിടെയൊക്കെയാണെങ്കിൽ കടലിനോട് ചേർന്ന് ഇങ്ങനെ ബീച്ച് പോലെ പരന്ന് കിടക്കില്ല. ഇങ്ങനെ മരങ്ങളൊന്നും കടലിൻ്റെ സൈഡിൽ അങ്ങനെ നമുക്ക് കാണാറില്ല അല്ലേ. പക്ഷെ ഇവിടെ കണ്ടോ നിറച്ച് കാടാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു കടലിൽ വെള്ളം പൊങ്ങിയാലും കടലേറ്റം ഉണ്ടായാലും ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാകുകയില്ല. കാരണം ഇവിടെ ആരും അങ്ങനെ താമസമൊന്നുമില്ല. പിന്നെ ഇത് മഹാസമുദ്രമായതുകൊണ്ട് മറ്റേ നമ്മുടെ അവിടുത്തെ കടൽ കയറുന്നത് പോലെ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെപ്പറ്റി എനിക്ക് അറിയാനും അങ്ങനെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇത് ഭംഗിയായി ഭാഗമെല്ലാം കാണാനായിട്ടല്ലേ. ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും തന്നെ ഇങ്ങനെ ഇറങ്ങിയിരിക്കും. കാഴ്ചക്കാരൊക്കെ പിടിച്ച ജീവിതത്തിലെ യാത്രകളിലെ സന്തോഷം തരുന്നത്. കാരണം 5 ദിവസവും ജോലി, നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന പോലെ അല്ലല്ലോ. ഇപ്പോഴും അവർ ജോലി, വീട്, അങ്ങനെ മറ്റ് ഒരു ഫങ്ഷനൊന്നും അറ്റൻഡ് ചെയ്യാതെ ജീവിക്കുമ്പോൾ അവർക്കൊരു ശനിയും ഞായറും കിട്ടുമ്പോൾ ഇതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇങ്ങനെ പോവുക, എല്ലാവരും കാണുക, അതൊക്കെയാണ് വേണ്ടത്. ഇവിടെ 2 ഫ്ലാഗ്, ഒന്ന് ഓസ്ട്രേലിയയുടെ ഫ്ലാഗ്, മറ്റേത് ഓസ്ട്രേലിയയുടെ അബോർജിൻസിൻ്റെ ഫ്ലാഗാണ് കേട്ടോ. 3 കളറാണ്. നടുക്ക് വട്ടത്തിൽ കാണുന്നത്
സൂര്യൻ ആണ്, അതായത് മഞ്ഞ നിറം കാണുന്നത്. മറ്റേ കറുപ്പും ചുമപ്പുമാണ്. ഈ 3 നിറം കൂടി അബോർജിൻസ് എന്ന് പറയുമ്പം ഓസ്ട്രേലിയയുടെ ശരിക്കും അവകാശികൾ അവരാണെന്നാണ് പറയപ്പെടുന്നത്. ഓസ്ട്രേലിയയുടെ അവകാശികളാണ് അവർ. അപ്പം ശരിക്കും ബ്രിട്ടീഷുകാരിത് പിടിച്ചെടുത്തതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അബോർജിൻസിന് ഒത്തിരി ആനുകൂല്യങ്ങളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസത്തിനൊന്നും പൈസ കൊടുക്കണ്ട, ജോലിക്കാണേലും അവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് ഒക്കെ കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഹൗസിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാവേ.